പറയുന്നു, ഒരു പ്രതിഷേധത്തെയും ഞങ്ങൾ ആരും അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിഷേധിക്കാനുള്ള, ജനാധിപത്യ പ്രതിഷേധങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിലനിൽക്കും. പ്രതിഷേധങ്ങൾക്ക് ഒരു ലോജിക്കുമില്ലെങ്കിൽ പോലും ജനാധിപത്യ പ്രതിഷേധങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും. പക്ഷേ അതിന്റെ പരിധി കടന്ന് ഭയപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഞങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെയും സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് ജനങ്ങളാണ്. ഞങ്ങളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നതും ജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും ഒക്കെ ജനങ്ങളാണ്. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ ആര് തടസ്സമായി നിന്നാലും ഞാൻ പറയുന്നു, അതിക്രമങ്ങളില്ല, അക്രമങ്ങളില്ല. പക്ഷെ ഒരാളുടെ മുമ്പിലും പിന്തിരിഞ്ഞോടാനോ മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ ഒട്ട് ചെയ്യാനും പോകുന്നില്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൂടുതലായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു സമരവേദിയാണ്. കൂടുതലായിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കും അവിടെ ഉപയോഗിച്ച പദപ്രയോഗങ്ങളൊന്നും ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ജനാധിപത്യം കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങളുണ്ട്. അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, അത് ഭരണകൂടത്തിന്റെ ഔദാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തിണ്ണമെടുക്ക് കൊണ്ടൊന്നും ആരും അതിന് തടസ്സം നിൽക്കാൻ ശ്രമിക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമര സംഗമത്തെ നിങ്ങൾ ഉജ്ജ്വലമാക്കി, അത്യുജ്വലമാക്കി, ഇങ്ങനെ തോരാതെ പെയ്യുന്ന മഴയത്തും ഇതുപോലെ വലിയ ജനക്കൂട്ടം, ആൾക്കൂട്ടം ഈ ഉപവാസ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ, അടുത്ത 48 മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളിൽ, അവിടുത്തെ 48 മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന പ്രചരണങ്ങളിൽ, ആ പ്രചരണങ്ങളിലെല്ലാം ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു മുന്നണിയുടെ ആവശ്യങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം വേണ്ടതെങ്കിൽ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ വെക്കുന്നത്. അവരുടെ മുമ്പിലേക്കാണ് ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാവാൻ, ഒരു മാറ്റം വേണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മേപ്പയൂരിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വിലയിരുത്താം, അവർക്ക് പരിശോധിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലാങ്ക് ചെക്ക് പോലെ ഒപ്പിട്ട് കൊടുത്ത ഭരണത്തിന്റെ തണലിൽ ഈ നാട് എന്ത് നേടി എന്നുള്ളത് രാമചന്ദ്രൻ മാഷെ അവർക്ക്, ജനങ്ങൾക്ക് പരിശോധിക്കാം, ജനങ്ങൾക്ക് വിലയിരുത്താം. എന്നിട്ട് അവരുടെ തീരുമാനങ്ങൾ അവരെടുക്കട്ടെ. ആ തീരുമാനങ്ങൾ സ്വതന്ത്രമായും ഭയരഹിതമായും രേഖപ്പെടുത്താനുള്ള അവകാശം അവർക്കുണ്ടാവട്ടെ. അതിനാർക്കും അവരെ തടയാൻ കഴിയുന്നത്? ആ ജനങ്ങളെ സമീപിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലക്ക് ഞങ്ങൾ ചെയ്തോട്ടെ. മേപ്പയൂരിനെ കോട്ടയായി കാണുന്നവർക്ക് എന്താ ഒരു മൈക്ക് അനൗൺസ്മെന്റിനോട് അസഹിഷ്ണുത ഞാൻ ആവർത്തിക്കുന്നു. മേപ്പയൂരിനെ കോട്ടയായി കാണുന്നവർക്ക് എന്താ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനോട് ഇത്ര അസഹിഷ്ണുത ഞാൻ ആവർത്തിക്കുന്നു. മേപ്പയൂരിനെ ഒരു കോട്ടയായി കാണുന്നവർക്ക് എന്താ ഈ ആൾക്കൂട്ടം കാണുമ്പോ ഇത്ര വെപ്രാളപ്പെടുന്നു ഞാൻ ചോദിക്കുന്നു. മേപ്പയൂരിനെ കോട്ടയായി കാണുന്നവർക്ക് എന്തേ പഞ്ചായത്തിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോ, ഒരു ജനകീയ സമരം മുന്നോട്ട് വെക്കുമ്പോ, ഒരു ഉപവാസ സമരം മുന്നോട്ട് വെക്കുമ്പോ മാർച്ചുമായി പഞ്ചായത്തിലേക്ക് വരുന്നത് പോലെയല്ല, ബാരിക്കേഡിലേക്ക് പോകുന്നത് പോലെയല്ല, പന്തലിട്ട് സ്റ്റേജ് അടിച്ച് രാഷ്ട്രപിതാവിന്റെ ചിത്രം പുറകിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞവരുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പഞ്ചായത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിനോട് ജനങ്ങളോട് അഭ്യർത്ഥിച്ച് 48 മണിക്കൂർ ഉപവസിക്കുന്ന ഒരു സമരത്തിന്റെ അനൗൺസ്മെന്റിനോട് പോലും, അതിന്റെ ഒരു വാഹനത്തിനോട് പോലും നിങ്ങൾ ഈ കാണിക്കുന്ന അസഹിഷ്ണുത എന്താണെന്ന് മേപ്പയൂരിലെ ജനങ്ങൾ വിലയിരുത്തുമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.